ഇന്ന് നമ്മൾ സ്ക്രാപ്പ് ചെയ്യാനായിട്ട് പോകുന്നത് ഈ ഒരു സാധനമാണ്. ഇത് നമ്മുടെ പ്രഷറും ഷുഗറൊക്കെ നോക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഇത് സ്ക്രാപ്പ് ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ബോഡി ഇതാണ് ഇൻഡാലിയം മെറ്റീരിയലാണ്. അപ്പോൾ ഇതിന്റെ മെയിനായിട്ടുള്ള സാധനം എന്ന് പറഞ്ഞാൽ ഇത് മെർക്കുറി ഉണ്ട്. ഇത് ഈ കിടക്കുന്ന സാധനം കണ്ടോ, ഇത് മെർക്കുറിയാണ്. ആ ഓടിക്കളിക്കുന്ന സിൽവർ കളറിലുള്ള സാധനം അത് മെർക്കുറിയാണ്. അത് നമ്മുടെ ഇതിന്റെ അകത്താണ് കിടക്കുന്നത്. പക്ഷെ നിർഭാഗ്യം വെച്ചാൽ അത് കയ്യും താഴെ വീണ് പൊട്ടിപ്പോയി. അപ്പോൾ അതുകൊണ്ട് അത് കാണിക്കാൻ പറ്റിയില്ല. പക്ഷെ ഈ കാണുന്ന മെർക്കുറിയും പിന്നെ അതിൻ്റെ അകത്തുമൊക്കെ ഉണ്ട്. ഈ സാധനത്തിനകത്തുമൊക്കെ മെർക്കുറി ഉണ്ട്. അത്യാവശ്യം നല്ലൊരു ക്വാണ്ടിറ്റി മെർക്കുറി ഇതിൻ്റെ അകത്ത് ഉണ്ടാവും. ഇതാ കാണുന്നതൊക്കെ മെർക്കുറിയാണ്. അപ്പോൾ അതെല്ലാം നമുക്കിന്ന് പുറത്തെടുക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഗൈസ് നമുക്കത് സ്ക്രാപ്പ് ചെയ്യാം. ഇതാണ് അത് സാധനം. ഇതിൻ്റെ അകത്താണ് മെർക്കുറി കിടന്ന് ഓടിക്കളിക്കുന്നത്. ഇതിൻ്റെ അകത്താണ് നമ്മുടെ പ്രഷറിൻ്റെ ലെവൽ കാണിക്കുന്നത്. നമുക്ക് ഗൈസ് ഇത് കയ്യിൽ നിന്ന് പൊട്ടിപ്പോയി, ആണ് പറ്റിപ്പോയത്. ഇതിനകത്താണ് നമ്മുടെ പ്രഷറിൻ്റെ ലെവൽ കാണിക്കുന്നത്. ഓക്കെ, ഈ കാണുന്നതൊക്കെ മെർക്കുറിയാണ്. കാണുന്നതൊക്കെ മെർക്കുറി, താഴെ വീഴുന്നതൊക്കെ. ആക്ച്വലി ഇതിൻ്റെ പേരെന്ന് പറയുന്നത് നോക്കിയാൽ മെർക്കുറിയൽ സൈഗ്നോമാനോമീറ്റർ. അതാണ് ഇതിൻ്റെ പേര്. അതിൻ്റെ ഇതൊക്കെ ഈ സാധനമാണ് നമ്മുടെ കയ്യിൽ ചുറ്റുന്നത്. സാധനം കയ്യിൽ ചുറ്റി ഇതുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. എന്നിട്ട് ഇതാണ് പ്രസ് ചെയ്ത് കൊടുക്കുന്നത്. ഇതൊരു ക്ലോത്ത് മെറ്റീരിയലാണ്, തുണിയാണ്. പിന്നെ ഇതൊരു ക്ലോത്താണ്. ഇതൊരു റബ്ബർ മെറ്റീരിയലാണ്. ഇതിങ്ങനെ തുറക്കുമ്പോഴാണ് നമ്മുടെ പ്രഷർ അറിയുന്നത്. ഇതൊരു റബ്ബർ മെറ്റീരിയൽ. ഇതിലാണ് ഈ സാധനം ഇങ്ങനെ വെക്കുന്നത്. നമുക്ക് അപ്പോൾ ഗൈസ് ഇതൊരു റബ്ബർ മെറ്റീരിയലാണ്. അപ്പോൾ ഇത് നമുക്ക് ആദ്യം ഊരിയെടുക്കാം. നോക്കൂ ഗൈസ്, ഇവരെ വെച്ചാണ് ഇത് ഇങ്ങനെ വെച്ചും ഇത് തുറന്നു കൊടുക്കുന്നത്. ഇതൊരു റബ്ബർ മെറ്റീരിയലാണ്. ഇതും റബ്ബറാണ്. ഇത് പക്ഷേ ഒരു ബ്രാസാണ് കേട്ടോ. ഇതൊരു ബ്രാസാണ്. ഈ മെറ്റീരിയൽ ഒരു ബ്രാസാണ്. അപ്പോൾ അതൊരു ബ്രാസാണ്. ഇതിൻ്റെ അകത്ത് പിന്നെ ഒരു സിലിക്ക ജെല്ലുണ്ട്, 2 സിലിക്ക ജെല്ലുണ്ട്. ഇത് ഡ്രൈനെസ് വെറ്റാതിരിക്കാനായിട്ട് ഡ്രൈ ആയിട്ട് അങ്ങനെയാണ് സിലിക്ക ജെല്ല് ഉപയോഗിക്കുന്നത്. ഓക്കെ, നോക്കൂ ഗൈസ് ഇത് കണ്ടോ, ഇതാണ് മെർക്കുറി എന്ന് പറയുന്ന സാധനം. ഈ സാധനം കണ്ടോ, ഇതാണ് മെർക്കുറി. ഈ ഓടിക്കളിക്കുന്ന സിൽവർ കളറിലുള്ളതെല്ലാം മെർക്കുറിയാണ്. കാണുന്നുണ്ടോ ഗൈസ്? ഇതിൻ്റെ അകത്തുമൊക്കെ മെർക്കുറി ഉണ്ടാവും. ഈ സാധനത്തിനകത്ത് മെർക്കുറിയാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് എടുക്കാതെ. ഈ മെർക്കുറിയുടെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, മെർക്കുറിക്ക് ഭയങ്കര ഇത് നോക്കിയാൽ, മെർക്കുറി ഒരു മെറ്റീരിയൽ പോലെയാണ്. അതായത് നല്ല വെയിറ്റ്. മെർക്കുറിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മെർക്കുറിക്ക് നല്ല വെയിറ്റ് ഉണ്ടാവും. നമുക്ക് ഗൈസ് ഈ സാധനത്തിനകത്തും മെർക്കുറി ഉണ്ട്. ഈ ബ്ലാക്ക് കാണുന്ന ഈ സാധനത്തും മെർക്കുറിയാണ്. ഇപ്പോൾ നമുക്കത് പോകാതെ വേണം എടുക്കാൻ.
ഇതിൻ്റെ അകത്ത് കുറവാണ് ഗൈസ് മെർക്കുറി. വലിയ രീതിയിലുള്ള മെർക്കുറി ഇല്ല ഇതിൻ്റെ അകത്ത്. നോക്കൂ ഗൈസ്, ഈ കാണുന്നതൊക്കെ ഓടിക്കളിക്കുന്നതെല്ലാം മെർക്കുറിയാണ്. ഗൈസ് ഇതിൻ്റെ അകത്ത് മെർക്കുറി ഉണ്ട് കേട്ടോ ഗൈസ്. ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റുന്നുണ്ടോ നമുക്ക്? ഇതിനകത്ത് മെർക്കുറി ഉണ്ട് ഗൈസ്. നോക്കൂ ഗൈസ്, ഇതിനകത്ത് മെർക്കുറി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? നോക്കട്ടെ എന്തോരം ഉണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം നമുക്കൊരു പാത്രം എടുത്തിട്ടുണ്ട്, അതിനകത്തേക്ക് ഒഴിക്കാം ഇതിലുള്ളത്. Guys, look at that. Guys, നോക്കൂ, ഇതാണ് മെർക്കുറി എന്ന് പറയുന്ന സാധനം. ഗൈസ് നോക്കൂ, ഇതാണ് മെർക്കുറി. മെർക്കുറി എന്ന് പറയുന്ന സാധനം ഇതാണ്. നോക്കി ഓടിക്കളിക്കാൻ നോക്കി. ടെർമിനേറ്ററിലെ നമ്മുടെ അർണോൾഡും വില്ലനും ഒക്കെ ഈ സാധനമായിട്ടാണ് കാണിക്കുന്നത്. ഗൈസ് ഇതിൻ്റെ അത് കുറച്ചുകൂടി ഉണ്ട്, അത് നമുക്ക് ഇതിൻ്റെ അകത്തോട്ടാക്കാം. ഇതാണ് മെർക്കുറി എന്ന് പറയുന്ന സാധനമാണ്. ഈ മെർക്കുറി എന്ന് പറയുന്ന സാധനത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് എന്താണ് നല്ല വെയിറ്റുള്ള മെറ്റീരിയലാണ്. ഇത് വെള്ളം പോലെ ഇരിക്കും, പക്ഷെ എന്നാൽ നമ്മുടെ ഇത് നോക്കിയേ, വെള്ളം പോലെ കയ്യിൽ പിടിക്കാനോ ഒന്നും കിട്ടില്ല. ഈ സാധനം വെള്ളം പോലെ നനയുകയില്ല, പക്ഷെ എന്നാൽ ഇത് വെള്ളം, ഇതിൻ്റെ രൂപം എന്ന് പറയുന്നത് വാട്ടർ പോലെയാണ്. പക്ഷെ എന്നാൽ വാട്ടറിനെക്കാട്ടി ഇത് ഭയങ്കര വെയിറ്റുള്ള ഒരു മെറ്റീരിയലാണിത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇത് നമുക്ക് ഒരു കുപ്പിക്കകത്താക്കാം, എന്നിട്ട് നോക്കാം എന്തോരം ഉണ്ടെന്നുള്ളത്. ഇത് കൊള്ളുക. നോക്കൂ ഗൈസ്, ദിസ് ഈസ് മെർക്കുറി. ഇതാണ് മെർക്കുറി എന്ന് പറയുന്ന സാധനം. അതുകൊണ്ട് ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. ഇതെന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതിൻ്റെ അകത്ത് നിന്ന് കിട്ടിയ മെർക്കുറിയാണ് ഈ കാണുന്നത്. അതിൻ്റെ ഒരു കുപ്പിയിൽ ഒഴിച്ചതും പിന്നെ അതിൻ്റെ ബാലൻസുമാണ് ഈ കാണുന്നത്. ഇത് എത്ര ഗ്രാം ഉണ്ടെന്നുള്ളത് നമുക്കിനി നോക്കാം. അപ്പോൾ ഒരു എന്താ പറയുക, പ്രഷർ നോക്കുന്ന ആ സാധനത്തിൽ നിന്ന് കിട്ടിയ മെർക്കുറിയാണ് ഈ കാണുന്നത്.
ഇനി എന്തോരം വെയിറ്റ് ഇതിൻ്റെ ഞാൻ പറഞ്ഞില്ലേ ഇതിന് വെയിറ്റ് ഭയങ്കര കൂടുതലാണ്. ഇത് എന്തോരം വെയിറ്റ് ഉണ്ടെന്നുള്ളത് ഞാൻ തൂക്കി കാണിച്ചു തരാം. ഓക്കെ, നമ്മളിപ്പോഴത്തെ മെർക്കുറിയാണ് ഈ കാണുന്നത്. അപ്പോൾ ഇത് ഒരു 3 ml ഒരു ബോട്ടിലാണ്, 3-4 ml ഒരു ബോട്ടിലാണ്. ഇതിൻ്റെ വെയിറ്റ് നോക്കിയാൽ ഗൈസ് 130 ഗ്രാം, 125, 130 ഗ്രാം വെയിറ്റ് ഉണ്ട് ഇതിന്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ മെർക്കുറി എന്ന് പറയുന്നതിന് നല്ല വെയിറ്റ് ഉള്ളൊരു പദാർത്ഥമാണെന്നുള്ളത് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കണം. ഓക്കെ ഗൈസ്, 130 ഗ്രാം വെയിറ്റ് ആണ് ഈ കാണുന്നത്. ആകെ 3 ml ഒരു കുപ്പിയാണ്. ഓക്കെ ഗൈസ്, ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ.